ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്ന ആൻറ്റൺ ചെക്കോവാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. From early morning, the sky had been overcast with clouds. The day was still, cool and wearisome. As usual on grey, dull days, when the clouds hang low over the field and it looks like rain which never comes. Ivan Ivanovich, the veterinary surgeon, and Borkin, the schoolmaster, were tired of walking, and the fields seemed endless to them. Far ahead, they could just see the windmills of the village Mirovsky. In the calm weather, when all nature seemed gentle and melancholic, Ivan Ivanovich and Borkin were filled with love for the fields and thoughts how grand and beautiful the country was. അപ്പോൾ അതൊരു രാവിലെയാണ്, പുലർച്ചെ സമയത്താണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ കൂടെ ഇങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ്, ഇവാൻ ഇവാനോവിച്ചും അദ്ദേഹം ഒരു വെറ്റിനറി സർജനാണ്, പിന്നെ ഒരു ബോക്കിൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ മാസ്റ്റർ കൂടെ നടന്നു വരികയാണ്. അപ്പോൾ ഈ ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആകാശത്ത് നിറച്ചും കാർമേഘങ്ങൾ മൂടി നിന്നിട്ടുണ്ട്, ക്ലൗഡ്സ് മൂടിയിരിക്കുകയാണ്. പക്ഷേ മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. പിന്നെ ഫീൽഡ് എന്ന് വെച്ചാൽ എൻലെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അന്തമില്ലാത്ത കണക്ക് ഫീൽഡ്സ് കിടക്കുകയാണ്. ആ ഫീൽഡിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒരു വിൻമില്ല് കാണാം. വിൻമില്ലെന്ന് പറയുന്നത് നമ്മുടെ വില്ലേജായ മിറോസ്കി എന്ന വില്ലേജിലേക്കുള്ള തുടക്കമാണ് ഈ വിൻമിൽസ് അല്ലെങ്കിൽ കാറ്റാടികൾ. അങ്ങോട്ട് ഈ ബ്യൂട്ടിഫുള്ളായ ഫീൽഡ്സ് വഴി നമ്മുടെ ഇവാൻ ഇവാനോവിച്ചും ബോർക്കിനും കൂടി നടന്നു പോവുകയാണ്. ആ കൺട്രിയുടെ ബ്യൂട്ടിയൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ആ കൺട്രിയുടെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് നടന്നു പോവുകയാണ്. Last time, when we stopped in Prokofsky's shed, said Borkin, you were going to tell me a story. അപ്പോൾ നമ്മുടെ ബോർക്കിൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ പ്രൊക്കോഫിയുടെ ഷെഡിൽ ഇരുന്നപ്പോൾ താങ്കൾ എൻ്റെ അടുത്തൊരു സ്റ്റോറി പറയാൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. അപ്പോൾ ഇവാൻ ഇവാനിച്ച് മറുപടി പറയുകയാണ്, എനിക്ക് എൻ്റെ സഹോദരനെ പറ്റിയായിരുന്നു നിങ്ങൾക്ക് പറയാനുള്ള, അത് എനിക്കൊരു കഥ പറയാനുണ്ട്. ഇവാൻ ഇവാനിച്ച് took a deep breath and lightened his pipe before beginning his story. But just then the rain began to fall, and in about 5 minutes it came pelting down and showed no signs of stopping. അപ്പോൾ ഇവാൻ ഇവാനിച്ച് ആ ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മറ്റേ പോയിക്കുന്ന പൈപ്പൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് ഈ കഥ പറയാൻ തുടങ്ങിയാണ്. ആ സമയത്താണ് മഴ പെയ്തു തുടങ്ങി. മഴ പെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും മഴ പെയ്യുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ മഴ നല്ലോണം ഉറക്കുകയും ഒരു തോരുന്ന ഒരു ലക്ഷണം കാണിക്കാതിരിക്കുകയും ചെയ്തു. വി ഔട്ട് ടു ടേക്ക് ഷെൽട്ടർ, സെഡ് ബോക്കിൻ. ലെറ്റ് us go to അലോക്കിൻ, ഇറ്റ്സ് ക്ലോസ് ബൈ. അപ്പോൾ നമ്മുടെ ബോക്കിൻ പറയാണ്, നമുക്കൊരു ഷെൽട്ടർ എടുക്കാം, അലിയോക്കിൻ്റെ ഫാമിലേക്ക് അല്ലെങ്കിൽ അലിയോക്കിൻ്റെ ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം, അത് അടുത്താണ്. വെരി വെൽ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇവാൻ ഇവാനോവിച്ചിന് സമ്മതമാണ്. They took a shortcut over a stubble field until they came to the road. Soon they came to a wide road with a mill and a white bathing shed. It was Sofino where Aliokin lived. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഒരു വൈഡ് റോഡിലെത്തുകയും പിന്നെ ഒരു വൈറ്റ് ബാത്തിങ് ഷെഡിൻ്റെ അടുത്തൊക്കെ എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇറ്റ് വാസ് സൊഫീനോ വേർ അലിയോക്കിൻ ലീവ്. അപ്പോൾ അലിയോക്കിൻ താമസിക്കുന്നത് സൊഫീനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. The mill was working, drowning the sounds of rain. It was wet, muddy and unpleasant, and Ivan Ivanovich and Borkins felt wet and uncomfortable through and through. Their feet were tired with walking in the mud. അപ്പോൾ അവിടുത്തെ മില്ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെയിൻ്റെ സൗണ്ട് കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വല്ലാത്തൊരു സൗണ്ടാണിത് കേൾക്കുന്നത്. പിന്നെ ആ ഫീൽഡിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത് വെറ്റും മട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഈ മഡിൽ കൂടി അല്ലെങ്കിൽ ചെളിയിൽ കൂടി നടക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇൻ വൺ ഓഫ് ദ ബാൺസ് എ വിനോവിംഗ് മെഷീൻ വാസ് വർക്കിംഗ്, സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. ഓൺ ദ ത്രെഷോൾഡ് സ്റ്റുഡ് അലിയോക്കിൻ ഹിംസെൽഫ്, എ മാൻ ഓഫ് about 40, tall and stout, with long hair, more like a professor or a painter than a farmer. He was wearing a grimy white shirt and rope belt and pants instead of trousers, and his boots were covered with mud and straw. His nose and eyes were black with dust. He recognized Ivan Ivanovich and apparently very pleased. അപ്പോൾ അവിടെ ആ ബാണിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെഷീൻകാരൻ്റെ വർക്കിംഗ് കാരണം ഒരുപാട് ഡസ്റ്റൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ആ ഫാമിൽ അല്ലെങ്കിൽ ആ ബാണിൽ
നമ്മുടെ അലിയോക്കിൻ ഇരിക്കുന്നുണ്ട്. അലിയോക്കിൻ്റെ അടുത്തേക്കാണ് ഷെൽട്ടറിന് വേണ്ടി അവർ പോയത്. അലിയോക്കിൻ ഇരിക്കുന്നുണ്ട്. അലിയോക്കിൻ എന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സോളം തോന്നിക്കുന്ന വളരെ ഉയരമുള്ള നീണ്ട മുടിയുള്ള, കണ്ടാൽ ഒരു ഫാർമറിനേക്കാൾ ഒരു പെയിൻറ്ററെന്നോ ഒരു പ്രൊഫസറെന്നോ ഒക്കെ തോന്നുന്ന വിധമുള്ള രൂപം. അപ്പോൾ അദ്ദേഹം ഒരു വൈറ്റ് ഷർട്ടും റോബ് ബെൽറ്റും ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ട്രൗസേഴ്സിന് പകരം പാൻസാണ് വെയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബൂട്ടിന് ചുറ്റും ഈ മഡൊക്കെ പറ്റി ചെളിയൊക്കെ പറ്റി ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡസ്റ്റിൻ്റെ കാരണം ബ്ലാക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇവാൻ ഇവാനോവിച്ചിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അല്ലെങ്കിൽ തിരിച്ചറിയുകയും പിന്നെ വളരെ പ്ലീസ്ഡ് ആവുകയും വളരെ സന്തോഷം കാണുകയും ചെയ്തു. "Please, gentleman," he said, "go to the house. I will be with you in a minute." അപ്പോൾ അദ്ദേഹം പറയുകയാണ്, "പ്ലീസ് ജെന്റിൽമാൻ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റിനകത്ത് അവിടെ എത്താം." The house was large and 2-storied. Alyokin lived downstairs in 2 vaulted rooms with little windows. Ivan Ivanovich and Bokin were received by a chambermaid. അപ്പോൾ ആ ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലാർജായിരുന്നു, 2-storied ആയിരുന്നു, 2 നില വീടായിരുന്നു. അപ്പോൾ അലിയോക്കിൻ താമസിച്ചിരുന്നത് ഡൗൺ സ്റ്റേഴ്സിലായിരുന്നു. ലിറ്റിൽ വിൻഡോസൊക്കെ ഉള്ള റൂമാണ്. ഇവാൻ ഇവാനോവിച്ചിനെയും ബോർക്കിനെയും റിസീവ് ചെയ്ത് ഒരു ചേംബർ മെയ്ഡായിരുന്നു. ചേംബർ മെയ്ഡ് എന്ന് വെച്ചാൽ ഒരു വീട്ട് ജോലിക്കൊക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു. "You cannot imagine how glad I am to see you, gentlemen," said Alyokin. Coming after them into the hall, "I never expected you. Pelagia," he said to the maid, "give my friends a change of clothes, and I will change too. But I must have a bath. I haven't had one since the spring. Would you like to come to the bathing shed? And meanwhile our things will be got ready." അപ്പോൾ അലിയോക്കിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കണ്ടതിൽ ഉള്ള സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷിക്കുന്നു എന്നൊക്കെ അലിയോക്കിൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേഡായ പെലാഗിയയുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഈ 2 പേർക്കും മാറാനായിട്ട് പകരം വസ്ത്രങ്ങൾ നൽകാനും അതിനുശേഷം ഇദ്ദേഹത്തിന് നൽകാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു ബാത്ത് എടുക്കണം, കാരണം ഞാൻ സ്പ്രിങ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു ബാത്ത് എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ 2 പേരെയും വിളിക്കുന്നുണ്ട് ബാത്തിങ് ഷെഡിലേക്ക്, അതിനുവേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. Alyokin led his guest to the bathing shed. "Yes," he said, "it is a long time since I had a bath. My bathing shed is all right, as you see. My father and I put it up, but somehow I have no time to bath." He sat down on the step and lathered his long hair and neck, and the water round him became brown. അപ്പോൾ അലിയോക്കിൻ ആ ഗസ്റ്റുകളെ ബാത്തിങ് ഷെഡിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് ബാത്ത് ചെയ്യില്ല, കാരണം എന്ന് വെച്ചാൽ ഈ ബാത്തിങ് ഷെഡ് ഉണ്ടാക്കിയ ഞാനും ഫാദറും കൂടെ ചേർന്നാണ്, പക്ഷേ എനിക്ക് ബാത്ത് ചെയ്യാനുള്ള സമയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ബാത്ത് ചെയ്യാൻ ആരംഭിക്കുക. അദ്ദേഹത്തിന് ചുറ്റുമുള്ള വെള്ളമൊക്കെ ബ്രൗൺ കളറിൽ ആ ചെടിയുടെ അംശമാണ്, അതിലേക്ക് ആയി പോവുകയും ചെയ്തു. Ivan Ivanovich came out of the shed, plunged into the water with a splash, and swam about in the rain. Flapping his arms and sending waves back, he swam out to the middle of the pool and dived, trying to reach the bottom. "Oh, how delicious!" he shouted in his glee. "How delicious!" Bokin and Alyokin were already dressed and ready to go, but he kept on swimming and diving. അപ്പോൾ ഇവാൻ ഇവാനോവിച്ച് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷെഡിൽ നിന്ന് മാറി വെള്ളത്തിലേക്ക് ചാടുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് കുളിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം വെള്ളത്തിൽ കളിച്ച് ഒന്നും മതി വരുന്നില്ല, അദ്ദേഹം താഴേക്ക് വീണ്ടും സ്കിം ചെയ്ത് പോകുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ്. ബോർക്കിനും അലിയോക്കിനും തിരിച്ചു പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തെങ്കിലും ഇവാൻ ഇവാനോവിച്ച് വീണ്ടും വാട്ടറിൽ കിടന്ന് സ്വിം ചെയ്യുകയും ഡൈവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. "ഡെലീഷ്യസ്," he said, "too delicious." അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവാൻ ഇവാനോവിച്ചിൻ്റെ എൻജോയ്മെൻറ്റ് കാണാം. You have had enough," shouted Bokin. പക്ഷേ ബോക്കിൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതായി എന്നൊക്കെ പറയുകയാണ്. They went to the house, and only when the lamp was lit in the large drawing room upstairs, and Bokin and Ivan Ivanovich, dressed in silk dressing gowns and warm slippers, lounged in chairs, and Alyokin himself washed and brushed in the new frock coat, paced up and down, did Ivan Ivanovich begin his story. അപ്പോൾ അവർ 2 പേരും അവർ 3 പേരും ഹൗസിലേക്ക് പോയി. എന്നിട്ട് ഒരു ലാമ്പൊക്കെ കത്തിച്ച് ആ മുകളിലുള്ള ലാർജ് ഡ്രോയിങ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ബോർക്കിനും ഇവാൻ ഇവാനോവിച്ചും ഒരു സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസ് അല്ലെങ്കിൽ സിൽക്ക്
കൊണ്ടുള്ള ഗൗൺസൊക്കെ വെയർ ചെയ്ത് സ്ലിപ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് അവിടെ ഒരു ചെയേഴ്സിലിരിക്കുകയാണ്. അലിയോക്കിൻ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് അദ്ദേഹം ഒരു ന്യൂ ഫ്രോക്ക് കോട്ടൊക്കെ ഇട്ട് മുകളിലേക്ക് തിരിച്ചൊക്കെ വേഗത്തിൽ നടക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡിഡ് ഇവാൻ ഇവാനോവിച്ച് ബിഗിൻ ഹിസ് സ്റ്റോറി. അപ്പോൾ നമുക്ക് അടുത്ത് ആ സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. വി ആർ ടു ബ്രദേഴ്സ് ഹി ബിഗൻ. ഐ ഇവാൻ ഇവാനോവിച്ച് ആൻഡ് നിക്കോളായ് ഇവാനോവിച്ച് 2 years യങ്ങർ. അപ്പോൾ ഞങ്ങൾ 2 സഹോദരങ്ങളാണ്. ഞാൻ ഇവാൻ ഇവാനോവിച്ച്, എൻ്റെ അനിയനുണ്ട്, 2 വയസ്സ് താഴ്ന്ന ഒരു അനിയനുണ്ട്, നിക്കോളായ് ഇവാനോവിച്ച്. I went in for study and became a veterinary surgeon, while Nikolai was at the Executive Court when he was 19. അപ്പോൾ ഞാൻ പഠിത്തത്തിനായിട്ട് പഠിക്കുകയും ഒരു വെറ്റിനറി സർജനായിട്ട് മാറുകയും ചെയ്തു. നിക്കോളായി 19 വയസ്സുള്ളപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് കോർട്ടിലേക്ക് പോയി. അവർ ഫാദർ ഷിമാസ് ഹിമാലയസ്കി വാസ് എ കാന്റണിസ്റ്റ്, but he died with an officer's rank and left us his title of nobility and a small estate. After his death, the estate went to pay his debts. However, we spent our childhood there in the country. We were just like peasants' children, spent days and nights in the fields and the woods, minded the horses, barked the lime trees, fished and so on. അപ്പോൾ ഞങ്ങളുടെ ഫാദർ ആദ്യം ഒരു കാന്റോണിസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ഓഫീസറിൻ്റെ റാങ്കിൽ നിന്നാണ് വിരമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾക്ക് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു സ്മോൾ എസ്റ്റേറ്റ് മാത്രമാണ്. അതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്സ് കടങ്ങൾ തീർത്ത് ആ എസ്റ്റേറ്റും പോയി. സാധാ പെസൻസിൻ്റെ ചിൽഡ്രൻസ് ലീവ് ചെയ്യുന്ന കണക്കാണ് ഞങ്ങളും ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്തത്. ഫീൽഡ്സിലും വുഡ്സിലും ഒക്കെ പോയും ഹോഴ്സസുമായിട്ട് ഇടപഴകിയും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചത്, അല്ലെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്ത്. അങ്ങനെ ഒരു പെസൻസിൻ്റെ ചിൽഡ്രൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഞങ്ങളും ജീവിച്ചതെന്നാണ് ഇവാൻ ഇവാനോവിച്ച് പറയുന്നത്. ആൻഡ് യു നോ, once a man has fished or watched the thrushes hovering in flocks over the village in the bright, cool autumn days, he can never really be a townsman. And to the day of his death, he will be drawn to the country. My brother pined away in the excuser. Years passed and he sat in the same place, wrote out the same document and thought of one thing, how to get back to the country and to buy a small farm somewhere by the bank of the river or a lake. അപ്പോൾ ഒരിക്കൽ ഈ വില്ലേജ് അല്ലെങ്കിൽ കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ടൗൺസ്മാനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ബ്രദർ നിക്കോളായെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം എക്സ്ക്യൂസറിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരേ ഡോക്യുമെൻ്റ് തന്നെ വീണ്ടും വീണ്ടും റൈറ്റ് ചെയ്തിരുന്നെങ്കിലും നമ്മുടെ നിക്കോളായുടെ മനസ്സിൽ ഒരൊറ്റ തോട്ട് മാത്രമേ ഉള്ളായിരുന്നു, എങ്ങനെയെങ്കിലും കൺട്രി സൈഡിൽ തിരിച്ചെത്തുക, ഒരു സ്മോൾ ഫാമാണ് വാങ്ങിക്കുക, ഒരു റിവറിനോ ലേക്കിനോ ചേർന്ന ഒരു സ്മോൾ ഫാമാണ് വാങ്ങിക്കുക, അവിടെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു തോട്ടായിരുന്നു നിക്കോളായിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഇവാൻ ഇവാനോവിച്ച് പറയുന്നത്. ഹി വാസ് എ ഗുഡ് ഫെലോ ആൻഡ് ഐ ലവ്ഡ് ഹിം, ബട്ട് ഐ നെവർ സിമ്പത്തൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺസെൽഫ് അപ്പ് വൺസ് ഓൺ ഫാം. അപ്പോൾ ഇവാൻ ഇവാനോവിച്ച് പറയുകയാണ്, നിക്കോളായി ഒരു നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടവുമായിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും സിമ്പതൈസ് ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ ഡിസയറിൽ ഒരിക്കലും സിമ്പതൈസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ഇവാൻ പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ സേയിങ് ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet ഓഫ് ലാൻഡ്, ബട്ട് ഷുവർലി എ കോപ്സ് വാണ്ട് ദാറ്റ് നോട്ട് എ മാൻ. ടു ലീവ് ടൗൺ ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് ദ സ്വിം ഓഫ് ലൈഫ് ആൻഡ് ടു ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ ദ ഫാം ഹൗസ് ഈസ് നോട്ട് ലൈഫ്, ഇറ്റ് ഈസ് ഈഗോയിസം, ലേസിനെസ്. അപ്പോൾ ഇവാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു പറച്ചിലുണ്ട്, കാരണം ഒരു മനുഷ്യന് 6 അടി മണ്ണ് മാത്രം മതി എന്നൊരു പറച്ചിലുണ്ട്. പക്ഷേ അത് ശരിയല്ല. ഇപ്പോൾ ടൗണിൽ ജീവിക്കുന്ന ഒരാൾ ജീവിതം എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് നീന്തി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് മാറി സ്വയം ഒരു ഫാം ഹൗസിൽ പോയി ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാം ഹൗസിൽ പോയി ബാക്കി ജീവിതം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് അത് ഒരു ഈഗോയിസമാണ്, ഒരു കൈൻഡ് ഓഫ് ലേസിനെസ് ആണ്, അതൊരിക്കലും ലൈഫല്ല എന്നാണ് ഇവാൻ്റെ പക്ഷം. My brother Nikolai, sitting in his office, would dream of eating out in the open air and of sleeping in the sun and of sitting for hours together on a seat by the gate and gazing at the fields and forests. Books on agriculture and the hints in almances were his joy, his favorite spiritual food, and he liked reading newspaper, but only the advertisement of land to be sold with a farmhouse, river, garden, mill and milk pond. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രദർ നിക്കോളായെ പറ്റി പറയുകയാണ്, ഈ ഓഫീസിൽ ഇരുന്നാലും അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ എയർ ഇരുന്ന് ആഹാരം കഴിക്കുന്നതും, അല്ലെങ്കിൽ സൂര്യൻ്റെ താഴെ ഇരുന്ന് ഉറങ്ങുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ
ഒരു ഗേറ്റിലൊരു സീറ്റിലിരുന്ന് ഫീൽഡ്സും ഫോറസ്റ്റും ഒക്കെ ഒരുപാട് നേരം നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ നിക്കോളായിക്കുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം വായിച്ചിരുന്നതൊക്കെ അഗ്രികൾച്ചറിനെ പറ്റിയൊക്കെ ഉള്ള ബുക്സായിരുന്നു. പത്രം വായിക്കുമായിരുന്നു. പക്ഷേ പത്രം വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വിൽക്കാനുള്ള ലാൻഡിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണാനാണ്. അതായത് ഒരു ഫാം ലാൻഡ് എന്ന് പറയുമ്പോൾ റിവർ അടുത്തുള്ള, ഗാർഡനുള്ള, ഒരു മിൽ പോണ്ടുള്ള അങ്ങനെ ഒരു ഫാം ലാൻഡാണ് ഇദ്ദേഹം നോക്കുന്നത്. ആൻഡ് ഹി വുഡ് ഡ്രീം ഓഫ് garden walls, flowers, fruits, nests, cap in the pond, don't you know, and all the rest of it. These fantasies of his used to vary according to the advertisement he found, but there was always a gooseberry bush in every one, not a house, not a romantic spot. Could he imagine without its gooseberry bush? അപ്പോൾ നമ്മുടെ നിക്കോളായി ചിന്തിക്കുന്ന എന്താണ്, ഗാർഡൻ വാൾസും ഫോറസ്റ്റും ഫ്രൂട്ട്സും നെസ്റ്റും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടെങ്കിലും നിക്കോളായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗൂസ്ബെറി ബുഷസ്, അതായത് ഈ നെല്ലിക്ക അങ്ങനെയുള്ള കായ്കളുടെ ബുഷസാണ്. അതായത് ആ ഒരു ബുഷസ് വേണം, അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട് കിട്ടുന്ന സ്ഥലം വേണമെന്നാണ് നിക്കോളായുടെ ആഗ്രഹം. Country life has its advantages, he used to say. You sit on the veranda drinking tea and your ducklings swimming in the pond and everything smells good and there are gooseberries. ഇപ്പോൾ നിക്കോള എപ്പോഴും പറയാറുണ്ട്, കൺട്രി ലൈഫിന് അല്ലെങ്കിൽ വില്ലേജിലുള്ള ലൈഫിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വരാന്തയിലിരുന്ന് ഒരു ചായ കുടിക്കുന്നു, അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പോണ്ടിൽ ഇങ്ങനെ ഡക്ലിങ്സ് സ്വിമ്മ് ചെയ്യുന്നു, എല്ലാം നല്ല രീതിയിൽ പോകുന്നു, അവിടെ ഗൂസ്ബെറീസ് ഉണ്ട്. അങ്ങനെയുള്ള എന്ത് വന്നാലും അദ്ദേഹത്തിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഗൂസ്ബെറീസാണ്. ഹീ യൂസ് ടു ലിവ് meagerly and never had enough to eat and drink. Dressed God knows how exactly like a beggar, and always saved and put his money into the bank. He was terribly stingy. It used to hurt me to see him, and I used to give him money to go away for a holiday, but he put that away too. Once a man gets a fixed idea, there's nothing to be done. അപ്പോൾ നമ്മുടെ നിക്കോളായെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ച് മാത്രമേ കഴിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. ഒരു ബെഗ്ഗറിനെ കണക്കാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്ത് ഏണിങ് കിട്ടിയാലും അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിനാണ് ഈ ഒരു ഫാം ഹൗസ് വാങ്ങിക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോഴെല്ലാം ഭയങ്കര സ്മെല്ല് അല്ലെങ്കിൽ സ്റ്റിങ്കിയാണ്. ഇത് കാരണം നമ്മുടെ ഇവാനിച്ച് ഇദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കും, ഒരു ഹോളിഡേക്കൊക്കെ പോയിട്ട് വാ എന്നുള്ള രീതിയിൽ പൈസ കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹം ഇതും കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവാനിച്ച് പറയുന്നുണ്ട്, വൺസ് എ മാൻ ഗെറ്റ്സ് എ ഫിക്സ്ഡ് ഐഡിയ ദേഴ്സ് നത്തിങ് ടു ബി ഡൺ. ഒരാൾക്ക് ഒരു തോന്നിയാൽ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇയേഴ്സ് പാസ്റ്റ്. He completed his 40th year and was still reading advertisement in the newspapers and saving up his money. Then I heard he was married, still with the same idea of buying a farmhouse with a gooseberry bush. He married an elderly, ugly widow, not out of any feeling for her, but because she had money. With her he still lived stingy, kept her half-starved, and put the money into the bank in his own name. Money, like vodka, can play cure tricks with man. അപ്പോൾ കാലങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 40 വയസ്സായി കാണും. ആ സമയത്ത് ഇദ്ദേഹം ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം മാരി ചെയ്തതെന്ന് വെച്ചാൽ ഒരു വയസ്സായ ഒരു അഗ്ലി വിഡോയാണ്. വിഡോ എന്ന് വെച്ചാൽ വിധവ. അവരെയാണ് മാരി ചെയ്തത്. ഒരിക്കലും ഫീലിങ്സിൻ്റെ പുറത്തല്ല, പക്ഷേ അവർക്ക് നല്ല പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. എന്നിട്ട് അപ്പോഴും ഇവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ നിക്കോളായി സ്റ്റിങ്കിലി ആയിട്ടാണ് ജീവിച്ചത്. വിഡോയും ഹാഫ് സ്റ്റാർഡ് ആക്കിയിട്ടാണ് കഴിഞ്ഞിരുന്നത്. എല്ലാ പൈസയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ, നിക്കോളായുടെ പേരിൽ തന്നെ ബാങ്കിൽ നിക്ഷേപിക്കും. പറയുന്നുണ്ട്, മണി ലൈക്ക് ഓത്ക ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് വിത്ത് മാൻ. മണി ഓത്കയെ പോലെയാണ് മനുഷ്യനിൽ അവർക്ക്, അല്ലെങ്കിൽ മണിക്ക് ഒരുപാട് ട്രിക്സ് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, Ivan Ivanovich continued, after a long pause, my brother began to look out for an estate. Through an agent, my brother Nikolai raised a mortgage and bought 300 acres with a farmhouse, a cottage and a park. But there was no orchard, no gooseberry bushes, no duck ponds. There was a river, but the water, it was coffee colored because the estate lay between a brickyard and a gelatin factory.
But my brother Nikolai was not worried about that. He ordered 20 gooseberry bushes and settled down to a country life. അപ്പോൾ നിക്കോളായുടെ വൈഫിൻ്റെ മരണത്തിന് ശേഷം നിക്കോളായ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫാം ഹൗസിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു 300 ഏക്കറോളം ഒരു ഫാം ഹൗസിലാണ്. അവിടെ കോട്ടേജും പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഓർക്കാഡോ ഗൂസ്ബെറി ബുഷസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡക്ക് പോണ്ട് ഉണ്ടായിരുന്നില്ല. അടുത്തൊരു റിവർ ഉണ്ടായിരുന്നു. പക്ഷേ റിവറിൻ്റെ നിറമെന്ന് വെച്ചാൽ കോഫി കളർഡായിരുന്നു. കാരണം അടുത്തൊരു ബ്രിക്ക് ഫാക്ടറിയും ജലാറ്റിൻ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാരണം റിവറിൻ്റെ വെള്ളത്തിൻ്റെ നിറം വരെ മാറിപ്പോയിരുന്നു. പക്ഷേ നമ്മുടെ നിക്കോളായ് ഒരിക്കലും വറീഡല്ലായിരുന്നു. ഉടനെ തന്നെ നിക്കോളായ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 20 ഗൂസ്ബെറി ബുഷസിന് ഓർഡർ ചെയ്യുകയും അതവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് ഇയർ I paid him a visit. I thought I had go and see how things were with him. In his letters, my brother called his estate Shimabarshov's Corner or Himalayosky. I arrived at Himalayosky in the afternoon. It was hot. There were ditches, fences, hedges, rows of young fir trees everywhere. And there was no telling how to cross the yard or where to put your horse. I went to the house and was met by a red-haired dog as fat as a pig. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവാൻ നിക്കോളായുടെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്തു. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയാനാണ് ഇവാൻ നിക്കോളായെ വിസിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇവാൻ്റെ ബ്രദർ അല്ലെങ്കിൽ നിക്കോളായി ആ ഫാമിനെ വിളിച്ചിരുന്നത് ഷിമാബാഷോവ്സ് കോർണർ എന്നും അല്ലെങ്കിൽ ഹിമാലയോസ്കി എന്നൊക്കെയാണ്. അപ്പോൾ ഹിമാലയോസ്കി ഒരു ആഫ്റ്റർനൂണിലാണ് നമ്മുടെ ഇവാൻ എത്തുന്നത്. അതൊരു ഹോട്ട് ആഫ്റ്റർനൂൺ ആയിരുന്നു. അവിടെ ഡിച്ചസും ഫെൻസസും ഹെഡ്ജസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി കാണില്ലേ, ആനിമൽസ് കിടക്കാതിരിക്കാനുള്ള ഡിച്ചസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു യാർഡ് ക്രോസ് ചെയ്യണമെന്നോ ഈ ഹോഴ്സിനെ എവിടെ കിട്ടണമെന്നുള്ള ഒരു അടയാളവും പക്ഷേ ആ ഫാമിലി ഉണ്ടായിരുന്നില്ല. നേരെ ഹൗസിലേക്ക് ചെല്ലുന്നു. ഹൗസിൻ്റെ അടുത്തൊരു റെഡ് ഹെയർഡ് ഡോഗുണ്ട്. ഒരു പന്നിയെ കണക്ക് അത്രയ്ക്കും ഫാറ്റായ ഒരു ഡോഗാണ്. ഹി ട്രൈഡ് ടു ബാർക്ക് ബട്ട് ഫെൽ ടു ലേസി. ഡോഗ് ബാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വളരെ ലേസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഔട്ട് ഓഫ് ദ കിച്ചൺ കെയിം ദ കുക്ക് barefooted and also as fat as pig and said that the master was having his afternoon rest. അപ്പോൾ കിച്ചണിൽ നിന്നും ബെയർഫൂട്ടഡ് ആയിട്ട് കുക്ക് വരുന്നുണ്ട്. കുക്കും അത്രയും നല്ല ഫാറ്റായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു മാസ്റ്റർ ആഫ്റ്റർനൂൺ റെസ്റ്റിലാണ്, അല്ലെങ്കിൽ നിക്കോളായ് ആഫ്റ്റർനൂൺ റെസ്റ്റിലാണ്. I went into my brother and found him sitting on his bed with his knees covered with a blanket. He looked all stout and flabby. His cheeks, nose and lips were pendulous. I had expected him to grunt like a pig. അപ്പോൾ ബ്രദറിനെ പോയി കാണുന്നുണ്ട്. ബ്രദർ എന്ന് വെച്ചാൽ ഒരു ബെഡിലിരിക്കുകയാണ്. ബ്ലാങ്കറ്റൊക്കെ വെച്ച് നീസൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഓൾഡായി, അല്ലെങ്കിൽ സ്റ്റൗട്ട് അങ്ങനെയുള്ള വളരെ ഒരു ടിപ്പിക്കൽ റിച്ച് മാൻ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുകയാണ്. വി എംബ്രേസ്ഡ് ആൻഡ് ഷെഡ് എ tear of joy and also of sadness to think that we had once been young but were now both going grey and nearing death. He dressed and took me to see his estate. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഉണ്ടായി, ദുഃഖവും ഉണ്ടായി. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നേരിൽ കാണുന്നു. ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒരിക്കലും എങ്ങായിരുന്നു, ഇപ്പോൾ അവർ രണ്ടുപേരും വയസ്സായി. ആ ഒരു ദുഃഖമുണ്ട് രണ്ടുപേർക്കും. എന്നിട്ട് നമ്മുടെ നിക്കോളായ് ഡ്രസ്സ് ചെയ്ത് ഇവാനെ എസ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുപോകണം. വെൽ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഐ ആസ്ക്ഡ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവാൻ നിക്കോളായ് ചോദിക്കുകയാണ്. ഓൾ റൈറ്റ്, താങ്ക് ഗോഡ്, ഐ ആം ഡൂയിങ് വെരി വെൽ. കുഴപ്പമൊന്നുമില്ല എന്നുള്ള മറുപടിയാണ് ഇവാന് നിക്കോളായും കൊടുത്തത്. ഹി വാസ് നോ ലോങ്ങർ ദ പുവർ tired official but a real landowner and a person of consequence. And like a good landowner, he looked after his soul and did good works pompously. Never simplify what good works. He cured the peasants of all kinds of dessert with soda and castor oil, and on his birthday he would give Thanksgiving service held in the middle of the village and would treat the peasant to half a bucket of vodka, which he thought the right thing to do. Oh, these horrible buckets of vodka. അപ്പോൾ ഇദ്ദേഹം മുന്നേ ഒരിക്കലും ഒരു പുവർ മനുഷ്യനല്ല, ഒരു പാവപ്പെട്ടവനല്ല, ഒരു ടയേർഡ് ഒഫീഷ്യലല്ല. ഇപ്പോൾ ഇദ്ദേഹം ഒരു ലാൻഡ് ഓണറാണ്, ഒരു റിയൽ ലാൻഡ് ഓണറാണ്. എല്ലാ ലാൻഡ് ഓണറുടെ കണക്ക്, അല്ലെങ്കിൽ ഒരു ഗുഡ് ലാൻഡ് ഓണറുടെ കണക്ക് എങ്ങനെയാണോ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയിലേക്ക് ഈ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് വില്ലേജിൻ്റെ മിഡിലൊക്കെ ഉള്ള ഫംഗ്ഷനിലേക്ക് പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഈ പെസൻസിന് ഓത്ത് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇദ്ദേഹത്തിനും ഉണ്ട്. But my point does not concern him so much as myself. I want to tell you what a change took place in me in those few hours while I was in his house. In the evening, while we were having tea, the cook laid a plate full of gooseberries on the table. They had not been bought, but were his own gooseberries plucked for the first time since the bushes were planted. Nikolai Ivanovich laughed with joy, and for a minute or two he looked in silence at the gooseberries with the tears in his eyes. He could not speak for excitement, then put one into his mouth, glanced at me in triumph, like a child at last being given its favorite toy, and said. അപ്പോൾ അതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺസേൺ. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂ ഹവേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ഇവാനെ മാറ്റിമറിച്ചതെന്നുള്ള കഥയാണ് പറയുന്നത്. അങ്ങനെ അവരവിടെ ഇവനെ ഇരിക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ കുക്ക് കുറച്ച് ഗൂസ്ബെറീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗൂസ്ബെറീസ് എന്ന് വെച്ചാൽ ഒരിക്കലും ബൗട്ട് ചെയ്ത് അല്ലെങ്കിൽ വാങ്ങിച്ച ഗൂസ്ബെറീസ് അല്ല, അവിടെ ആ ഫാമിൽ തന്നെ ഉണ്ടായതാണ്. ആ പ്ലാന്റേഷനിൽ 20 ബുഷസ് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ബുഷസിൽ നിന്നുണ്ടായ ഗൂസ്ബെറീസാണ്. അപ്പോൾ നമ്മുടെ നിക്കോള ഇത് കണ്ട് ഭയങ്കര സന്തോഷവാനാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് കരയുന്നുണ്ട്, കാരണം ഈ ഗൂസ്ബെറീസ് ഉണ്ടായ ആ ഒരു ഫീലിംഗ്. എന്നിട്ട് ഗൂസ്ബെറീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ തൻ്റെ ഫേവറേറ്റ് ടോയ് ഒരുപാട് വാശി പിടിച്ചതിന് ശേഷം കിട്ടുന്നത്, അതേ സന്തോഷമാണ് നമ്മുടെ നിക്കോളായിൻ്റെ മുഖത്തും ഉണ്ടായത്. How good they are. He went on eating greedily and saying all the while, how good they are. Do try one. അത് വളരെ നല്ലതെന്നാണ് നിക്കോളായി പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് തന്നെ പറഞ്ഞ് ഒരുപാട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവാൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്, ഡു ട്രൈ വൺ, ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. It was hard and so, but I saw a happy man on whose dearest dream had come true, who had attained his goals in life, who had got what he wanted and was pleased with his destiny and with himself. അപ്പോൾ അത് അത്രയ്ക്കും നല്ലതെന്നുള്ളായിരുന്നു. വളരെ ഹാർഡും കൈപ്പേറിയതൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഇവാൻ കണ്ടത് ഒരിക്കലും ആ ഗൂസ്ബെറീസിലെ മോശമല്ല, പക്ഷേ ആ നിക്കോളായിക്കുണ്ടായ സന്തോഷമാണ്. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനം അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നപ്പോൾ ഉണ്ടായ സന്തോഷം. In my idea of human life, there is always some alloy of sadness. But now, all the sight of a happy man, I was filled with something like despair. And at night I grew on me. A bed was made up for me in the room near my brother's, and I could hear him, unable to sleep, going again and again to the plate of gooseberries. I thought, after all, what a lot of content, happy people there must be. What an overwhelming power that means. And such a state of thing is obviously what we want. Apparently a happy man only feels so because the unhappy bear their burden in silence, but for which happiness would be impossible. അപ്പോൾ രാത്രി ഇവാൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നിക്കോളായിയുടെ റൂം, അല്ലെങ്കിൽ നിക്കോളായിയുടെ യഥാർത്ഥ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇവാനും റൂം കറക്റ്റ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഒരിക്കലും നിക്കോളായിക്ക് ഉറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്ന വീണ്ടും പോയി ഗൂസ്ബെറീസ് എടുത്ത് കഴിക്കും. ഇത് ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഇവാൻ കേട്ടോണ്ടിരിക്കുകയാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹാപ്പിനെസ്, അതിൻ്റെ പവറാണ് കാണിക്കുന്നത്. That night I was able to understand how I too had been content and happy. Ivan Ivanovich went on, getting up. Freedom is a boon, I used to say, as essential as the air we breathe. But we must wait. Yes, I used to say so, but now I ask, why do we wait? അപ്പോൾ ഇവാൻ ഇവാനോവിച്ച് പറയുകയാണ് വീണ്ടും, ആ ദിവസമാണ് സന്തോഷം എന്താണെന്ന്, സന്തോഷത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഇവാൻ മനസ്സിലാക്കിയെന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫ്രീഡം എന്ന് പറയുന്ന ഒരു ബൂണാണ്, ഒരു അനുഗ്രഹമാണ്. അത് നമ്മളെങ്ങനെയാണ് എയർ ബ്രീത്ത് ചെയ്യുന്ന എയറിൻ്റെ കണക്ക് തന്നെയാണ്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ബോക്കിനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വൈ ഡു വി വെയിറ്റ്, എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? Ivan Ivanovich glanced angrily at Bonk. Why do we wait? I ask you. What consideration keep us first? I am told that we cannot have everything at once, and that every idea is realized in time.
But who says so? Where is proof that it's so? Tell me, I say, why should we wait? അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കണം, എന്തിനാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. I left my brother early the next morning. And from that time on, I found it impossible to live in town. The peace and quiet of it oppressed me. I dare not to look in at the windows, for nothing is more dreadful to see than the sight of a happy family sitting round a table having tea. I am an old man now, and I am no good for the struggle. I commenced late. I can only grieve within my soul, and fret and suck. At night, my head buzzes with the rush of my thoughts, and I cannot sleep. If I were young. അപ്പോൾ ഇവാൻ പറയുന്നുണ്ട്, അടുത്ത മോർണിംഗിൽ അദ്ദേഹം ലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ടൗണിലേക്ക് പോകാൻ നമ്മുടെ ഇവാൻ മനസ്സ് വരുന്നില്ല. കാരണം ഈ കൺട്രി സൈഡിൻ്റെ സൈലൻസും എല്ലാം ഇവാൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ടൗണിലെത്തിയിട്ടൊക്കെ ആലോചിക്കുകയാണ്, ഒരു ഫാമിലി ഹാപ്പി ആയിട്ടൊരു ടീ ഒക്കെ കുടിക്കുന്നതും അതുമൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ തോട്ട്സ് ഇവാൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ ബസ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ്, Ivan Ivanovich walked excitedly up and down the room and repeated, if I were in. അപ്പോൾ ഇവാൻ ഇവാനോവിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റൂമിൻ്റെ മുകളിലേക്കും താഴേക്കും ഒക്കെ നടന്നിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ എങ്ങായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുകയാണ്. He suddenly walked up to the Alyokin and shook him first by one hand and then by the other. അലിയോക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കൈയൊക്കെ പിടിച്ച് ഷേക്ക് ചെയ്യുന്നുണ്ട്. Pavel Kostanich, he said in the voice of entreaty, don't be satisfied, don't let yourself be lulled to sleep. While you are young, strong, wealthy, do not cease not to do good. Happiness does not exist, nor should it. And if there is any meaning of purpose in life, there are not in pleading little happiness, but in something reasonable and grand. Do good. അപ്പം ഇവാൻ ഇവാനോവിച്ച് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ യങ് ആയിരിക്കും, നമ്മൾ സ്ട്രോങ് ആയിരിക്കും, നമ്മൾ വെൽത്തി ആയിരിക്കും, നമ്മൾ നല്ലത് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ചെറിയ ഹാപ്പിനെസ് വേണ്ടി ജീവിക്കരുത്. എന്തെങ്കിലും റീസണബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യാനാണ് നമ്മുടെ ഇവാൻ ആവശ്യപ്പെടുന്നത്. ദെൻ ദേ ഓൾ three sat in different corners of the drawing room and were silent. Ivan Ivanovich's story had satisfied neither Borkin nor Alyokin. It was tedious to hear the story of a miserable official who ate gooseberries. Somehow they had a longing to hear and to speak of charming people and of women, and the mere fact of sitting in the drawing room was much better than a story. അപ്പോൾ അവർ മൂന്ന് പേരും ഒരു ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവാൻ്റെ സ്റ്റോറി ഒരിക്കലും അരിയോക്കിനോ ബോക്കിനോ ഒന്നും എക്സൈറ്റഡ് ആക്കില്ല. ഒരു സാധാ ഒരു വയസ്സായ ഒഫീഷ്യൽ ഇരുന്ന് ഗൂസ്ബെറീസ് ഇരുന്നു, ഒരു വലുതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല, അവർക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. പകരം അവരാലോചിച്ചിരുന്നത് എന്താണ്, ചാമിങ് പീപ്പിളിൻ്റെ കഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇവരാലോചിച്ചിരുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്റ്റോറി കാണുന്നതിനേക്കാളും ആ ഡ്രോയിങ് റൂമിൽ ചുമ്മാ ഇരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തോട്ടാണ് ബോർക്കിനും അലിയോക്കിനും ഉണ്ടായത്. Alyokin wanted very much to go to bed. He had to get up for his work very early and about 2 in the morning, and now his eyes were closing. അപ്പോൾ അലിയോക്കിന് ബെഡിലേക്ക് പോകാൻ അല്ലെങ്കിൽ കിടക്കാൻ പോകാൻ സമയമായി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാവിലെ തന്നെ വർക്കുണ്ട്, ഒരു 2 മണിക്കെങ്കിലും എണീക്കണം. അതുകൊണ്ട് അദ്ദേഹം ഐസും ക്ലോസ് ചെയ്ത് പോവുകയാണ്. However, it's time to go to bed, said Borkin, getting up. I will wish you good night. അപ്പോൾ ബോർക്കിന് എണീച്ച് പറയുകയാണ്, ഇതെന്തായാലും ബെഡിലേക്ക് പോകാനുള്ള സമയമാണ്, ഞാൻ ഗുഡ് നൈറ്റ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. Alyokin said good night and went downstairs and left his guest. Each had a large room with an old wooden bed and carved ornaments. Ivan Ivanovich undressed in silence and lay down. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു വലിയ വുഡൻ ബെഡൊക്കെ ഉള്ള ഒരു വലിയ റൂമുണ്ട്. അതൊക്കെ ഇവാൻ ഇവാനോവിച്ചും പോയി കിടക്കുകയാണ്. God forgive me, a wicked sinner, he murmured, and he drew the clothes over his head. The rain beat against the windows all night long. അപ്പോൾ ദൈവത്തിനടുത്തൊക്കെ നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ക്ഷമ പറഞ്ഞൊക്കെ ഇവാൻ ഇവാനോവിച്ച് കിടക്കുന്നു. ആ സമയത്ത് വിൻഡോയിൽ കൂടെ നല്ല നൈറ്റ് റെയിൻ്റെ ബീറ്റ് കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റോറി. താങ്ക് യു.